ഹായ് ഫ്രണ്ട്സ്, അജു ആണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റൂറൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു തീമിനെ പറ്റിയിട്ടാണ്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ പല യൂട്യൂബേഴ്സും അതല്ലെങ്കിൽ ട്വിറ്റർ ഹാൻഡിലും എല്ലാം തന്നെ റൂറൽ ഇന്ത്യ എന്ന് പറഞ്ഞ തീമിൽ വളരെയധികം ബുള്ളിഷായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തീം പ്ലേ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ അകത്ത് ഈ ഒരു തീമിൻ്റെ അകത്ത് ഒരു ബുൾ റൺ നടക്കുകയാണെങ്കിൽ ഏതൊക്കെ ടൈപ്പ് സ്റ്റോക്കുകളിലായിരിക്കും നമുക്ക് മൾട്ടി ബാഗ് റിട്ടേൺസുകൾ കാണാൻ പറ്റുന്നത്? നമ്മൾ ആക്ച്വലി ഇവിടെ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? നമ്മുടെ ഓപ്പർച്യൂണിറ്റി എവിടെയാണ്? മാത്രമല്ല, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇവരൊക്കെ തന്നെ റൂറൽ ഇന്ത്യ എന്ന് പറഞ്ഞ ഈ ഒരു തീമിൻ്റെ അകത്ത് ഇത്ര കണ്ട് ബുള്ളിഷായിട്ട് സംസാരിക്കുന്നത്? ഈ വക കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ ആയിട്ട് കവർ ചെയ്യാൻ പോകുന്നത്. എനിവേ, വെൽക്കം ടു ദ വീഡിയോ. ആൻഡ് എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ മാർക്കറ്റിൻ്റെ ഒരു ഔട്ട്ലുക്ക് പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ നിഫ്റ്റിയിലാണെങ്കിലും അതല്ലെങ്കിൽ നമ്മുടെ ഗ്ലോബൽ മാർക്കറ്റിലാണെങ്കിലും എല്ലാം തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന എന്തൊക്കെയാണോ അത് അതേ കണക്കെ തന്നെയാണ് ഇന്ന് സംഭവിച്ചേക്കുന്നത്. അത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമ്മൾ ഇൻഫ്ലേഷൻ്റെ ഡേറ്റ യുഎസിൻ്റെ അകത്ത് ഔട്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എത്രമാത്രം പോസിറ്റീവ് ആയിരിക്കും അതനുസരിച്ചിട്ടാണ് യുഎസിലെ ഇന്നലത്തെ മൊമെൻറ്റം ബിൽഡ് ചെയ്യാനിരുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെയിം അതേ കണക്ക് തന്നെ യുഎസിൻ്റെ അകത്തുള്ള ഇൻഫ്ലേഷൻ ഡേറ്റ കാര്യങ്ങളൊക്കെ തന്നെ ഔട്ടായിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് 3.4% ഒരു ഇൻഫ്ലേഷൻ റേറ്റ് വരുമെന്നാണ്. പക്ഷേ അതിനെക്കാട്ടിയും ബെറ്റർ ആയിട്ടുള്ള 3.3%, കുറച്ചുകൂടെ ലോവർ ലെവലിലോട്ടുള്ള ഒരു ഇൻഫ്ലേഷൻ ഡേറ്റയാണ് വന്നേക്കുന്നത്. അത് പ്രമാണിച്ച് തന്നെ യു എസ് മാർക്കറ്റ് ഇന്നലെ നോക്കുകയാണെങ്കിൽ, നാസ്ഡാക്ക് നോക്കുകയാണെങ്കിൽ 1.3%-ൻ്റെ ഓരോ റണ്ണപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. യു എസ് മാർക്കറ്റ് ഇപ്പോൾ ഹൈലി ബുള്ളിഷ് മൊമെൻറ്റത്തിലാണ് നിൽക്കുന്നത്. സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിലും സ്റ്റോക്കുകളെല്ലാം തന്നെ കയറി തുടങ്ങിയിട്ടുണ്ട്. യു എസ് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്കുകളും ബുള്ളിഷായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി യു എസിൻ്റെ അകത്ത് ഉള്ള കോർ ഇൻഫ്ലേഷൻ ഡേറ്റ നോക്കുകയാണെങ്കിൽ, കോർ ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നോർമൽ ഇൻഫ്ലേഷനിൽ നിന്ന് നമ്മൾ ഫുഡും ഫ്യൂവലും എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഇൻഫ്ലേഷൻ ഡേറ്റയാണ് നമ്മൾ കോർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. കോർ ഇൻഫ്ലേഷൻ നോക്കാൻ നേരത്ത് എക്സ്പെക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നത് 3.5% വന്നിരിക്കുന്നത്, ആക്ച്വലി ഔട്ടായിരിക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് 3.4% ആണ്. അവിടെ നമുക്ക് ഒരു 0.1%-ൻ്റെ ഡ്രോപ്പ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ റേറ്റ് കട്ട് ഉടനെ സംഭവിക്കാനുള്ള ഒരു ചാൻസ് കാണിച്ചു തരുന്ന സിംറ്റംസ് ആയിട്ടാണ് മാർക്കറ്റ് എടുക്കുന്നത്. അതുകൊണ്ടാണ് മാർക്കറ്റ് ഇതിനെല്ലാം തന്നെ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യുന്നത്. ഇനി റേറ്റ് കട്ടിനെ പറ്റിയിട്ട് ഫെഡിൻ്റെ സൈഡിൽ വന്നേക്കുന്ന കമൻട്രി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2024 എന്ന് പറയുന്ന ഈ വർഷത്തിൽ തന്നെ ഒരു റേറ്റ് കട്ടെങ്കിലും വരുമെന്നുള്ള രീതിയിലാണ് അവർ ഇപ്പോൾ സംസാരിക്കുന്നത്. അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് നോക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റിൽ ഒരു രീതിയിലുള്ള ചേഞ്ചസ് സ്റ്റിൽ കൊണ്ടുവന്നിട്ടില്ല. അത് മാർക്കറ്റ് ഓൾറെഡി എക്സ്പെക്റ്റഡ് ആയിരുന്നു. ഇപ്രാവശ്യം ഇൻട്രസ്റ്റ് റേറ്റിൽ ചേഞ്ചസ് കാര്യങ്ങളൊന്നും വരത്തില്ല എന്ന് മാർക്കറ്റിന് അറിയാമായിരുന്നു. 5.45% ആ റേഞ്ചിൽ തന്നെയാണ് ഇപ്പോഴും ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് നിൽക്കുന്നത്. ഓക്കെ, റേറ്റ് കട്ട് ഈ വർഷം ഒരെണ്ണം വരുമെന്നാണ് ഇപ്പോൾ ഫെഡിൻ്റെ സൈഡിൽ നിന്ന് വന്നേക്കുന്ന കമൻട്രി. പക്ഷേ ഒന്ന് ഓർക്കുക, മാർച്ച് സമയത്തൊക്കെ പറഞ്ഞിരുന്നത് എന്താണ്, ഈ വർഷം 3 റേറ്റ് കട്ടെങ്കിലും വരുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പം ഫെഡിൻ്റെ സൈഡിൽ നിന്ന് വന്നേക്കുന്നത് അറ്റ്ലീസ്റ്റ് ഒരു റേറ്റ് കട്ടെങ്കിലും വരും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഫെഡിൻ്റെ സൈഡിൽ നിന്ന് വന്നേക്കുന്ന കമൻട്രി എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ മാർക്കറ്റ് എന്തുകൊണ്ടാണ് ഈ ഒരു റേറ്റ് കട്ടിലും ഇത്രണ്ട് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, എക്കണോമിക് ഗ്രോ ചെയ്യുന്നുണ്ട്, എക്കണോമിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നുണ്ട്. ഇത്രണ്ട് ഒരു ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് സിനാരിയോ നിൽക്കാൻ നേരത്ത് നോർമലി എന്താണ് സംഭവിക്കുന്നത്, നോർമലി ബാങ്കുകൾ പൂട്ടിപ്പോകുന്ന ഒരു അവസ്ഥയിലോട്ട് വരുന്നതായിരിക്കും. നമ്മൾ ആദ്യം ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കൊക്കെ വളരെ ഫാസ്റ്റായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു ഫേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സിലിക്കൺ വാലി ബാങ്കിൻ്റെ കൊളാപ്സ്, അതല്ലെങ്കിൽ റിപ്പബ്ലിക് ബാങ്കിൻ്റെ കൊളാപ്സ്, ഇതുപോലെ കുറച്ച് ബാങ്കുകളുടെ കൊളാപ്സുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റേറ്റ് കട്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഇത്രയധികം പീക്കിൽ നിൽക്കുന്ന ഒരു സമയത്ത് റേറ്റ് കട്ടുകൾ എത്ര കണ്ട് ഡിലേ ആവുന്നു അത്ര കണ്ട് ബാങ്കുകൾ വീഴാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാങ്കുകൾ അങ്ങനെ അധികമായിട്ട് ഒന്നും തന്നെ പൊളിയുന്നില്ല. അപ്പോൾ അത് വളരെ നല്ലൊരു സിനാരിയോ ആണ്. അപ്പോൾ എക്കണോമി പതുക്കെ പതുക്കെ ഗ്രോ ചെയ്യുന്നുണ്ട് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് സിനാരിയോയിൽ പോലും. പിന്നെ അതല്ലെങ്കിൽ ഇൻഫ്ലേഷൻ പതുക്കെ പതുക്കെ താഴോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു സോഫ്റ്റ് ലാൻഡിങ് ആണ് ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ഗൈഡൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഹാർഡ് ലാൻഡിങ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ബാങ്കുകൾ വീഴുന്നു, അതിനനുസരിച്ച് വളരെ ഫാസ്റ്റായിട്ട് ഇൻട്രസ്റ്റ് അടുത്ത് കുറയ്ക്കേണ്ടി വരുന്നു. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഹാർഡ് ലാൻഡിങ് ആണ്. ഹാർഡ് ലാൻഡിങ് അല്ലാതെ പതുക്കെ എക്കണോമി സ്റ്റേബിലൈസ് ചെയ്തതിന് ശേഷം പതുക്കെ ഇൻട്രസ്റ്റ് റേറ്റുകൾ കുറയ്ക്കുക, ഇൻഫ്ലേഷൻ പതുക്കെ താഴോട്ട് കൊണ്ടുവരിക, ഇതൊക്കെ ഒരു സോഫ്റ്റ് ലാൻഡിങ് ആണ്. അപ്പോൾ ഈ സോഫ്റ്റ് ലാൻഡിങ് ആക്ച്വലി പോസിബിൾ അല്ല എന്നാണ് പല എക്കണോമിസ്റ്റുകളും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ സോഫ്റ്റ് ലാൻഡിങ്ങിലോട്ട് നമ്മൾ പതുക്കെ പോകുന്നതായിട്ടാണ് നമുക്കിപ്പോൾ യു എസിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന ഈ ഒരു കമൻട്രി കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ യു എസിൽ നോക്കുകയാണെങ്കിൽ യു എസിലും ഈ വർഷം എൻഡിലോട് അടുപ്പിച്ചിട്ട് അവിടെയും ഇലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഇലക്ഷന് മുന്നായിട്ട് തന്നെ അവിടെ ഒരു ഇൻട്രസ്റ്റ് റേറ്റിൽ കട്ട് വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് വളരെയധികം ഹൈ ആണ്. ഇപ്പോൾ അവർ ഈ വർഷം ഒരു റേറ്റ് കട്ടേ പറയുന്നുണ്ടെങ്കിൽ പോലും മാർക്കറ്റ് ആക്ച്വലി എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ വർഷം തന്നെ 2 റേറ്റ് കട്ടെങ്കിലും വരുമെന്നാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഫെഡിൻ്റെ സൈഡിൽ നിന്ന് ഈ ഒരു വർഷത്തിൽ, അതായത് 2024 എൻഡിലത്തേക്ക് PCE ഇൻഫ്ലേഷൻ എത്തിക്കണമെന്ന് വിചാരിച്ചേക്കുന്നത് 2.6%. ആൻഡ് ഈ PCE ഇൻഫ്ലേഷൻ ഇപ്പോൾ എത്രയാണെന്ന് നോക്കുകയാണെങ്കിൽ 2.7%-ലാണ് നിൽക്കുന്നത്. അത് അടുത്ത മാസത്തെ ഡേറ്റ വരുമ്പോൾ തന്നെ ചിലപ്പോൾ ഈ 2.6 എന്ന് പറയുന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്തു എന്ന് വരാം. അത് മാത്രമല്ല, ഫെഡിൻ്റെ ലോങ് ടൈം ടാർഗറ്റ് എന്ന് പറയുന്നത് 2025 എൻഡ് ആകുമ്പോഴത്തേക്കും PCE ഇൻഫ്ലേഷൻ 2.3-ലോട്ടും 2026 ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും അത് 2%-ലോട്ടും എത്തിക്കണമെന്നാണ് ഫെഡിൻ്റെ ലോങ് ടേം ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ഈ കാര്യങ്ങളൊക്കെ മാർക്കറ്റിന് അറിയാം. മാത്രമല്ല, ഇതൊക്കെ എന്താണോ ഫെഡിൻ്റെ ഒരു ടാർഗറ്റുകൾ, അതിനനുസരിച്ചിട്ടാണ് ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫെഡിൻ്റെ ലോങ് ടേം ടാർഗറ്റ് എന്ന് പറയുന്നത് 2% ഇൻഫ്ലേഷൻ്റെ അകത്തോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ, പിന്നെ മാത്രമല്ല, ഇന്നലത്തെ ഫെഡ് ചെയർമാൻ്റെ കമൻട്രി കാര്യങ്ങളൊക്കെ കേൾക്കുകയാണെങ്കിൽ പുള്ളി അത്യാവശ്യം പോസിറ്റീവായിട്ട് തന്നെയാണ് സംസാരിച്ചത്. ഇൻഫ്ലേഷനെ കുറിച്ചിട്ട് അത്ര കണ്ട് വെറീഡ് അല്ലായിരുന്നു, മറിച്ച് വെറീഡ് ആയിരുന്നു എന്തിനെ പറ്റിയിട്ടായിരുന്നു, അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റിനെ പറ്റിയിട്ട് മാത്രമേ പുള്ളി അധികം ടെൻഷൻ കാണിച്ചുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നോർമൽ ആണെന്നുള്ള രീതിയിലാണ് സംസാരിച്ച് പോയത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഗ്ലോബലി നമ്മുടെ ഒരു പോസിറ്റീവ് മൊമെൻറ്റത്തിൽ നിലനിർത്തുന്ന ഫാക്ടേഴ്സ് ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഇനി ഡൊമസ്റ്റിക് സൈഡിലോട്ട് വരികയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമിയുടെയും ഇൻഫ്ലേഷൻ റേറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഔട്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡേറ്റ കാര്യങ്ങളൊക്കെ ഔട്ടായിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 4.75% ആണ്. ഇവിടെയും എക്സ്പെക്റ്റഡ് റേറ്റ് എന്ന് പറയുന്നത് 4.9% ആണ്. അതിനെക്കാട്ടി ഒരു ചെറിയൊരു ഡ്രോപ്പ് നമുക്കിവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഫുഡ് ഇൻഫ്ലേഷൻ നോക്കുകയാണെങ്കിൽ അത് ഒരു ഹയർ സൈഡിൽ തന്നെ സ്റ്റിൽ നിൽക്കുകയാണ്. 8.62%-ൻ്റെ ഫുഡ് ഇൻഫ്ലേഷനാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ എക്കണോമിക്കകത്തുള്ളത്. ഇത് ഒരു ചെറിയൊരു ഡ്രോപ്പ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പോലും 8.62% എന്ന് പറയുന്നത് വളരെ വലിയൊരു പെർസെൻറ്റേജിലാണ് നമുക്കിതിനെ കണക്കാക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇന്ത്യൻ മാർക്കറ്റിനകത്ത് കോർ ഇൻഫ്ലേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് 3.12%-ലാണ് നിൽക്കുന്നത്. ഇപ്പോൾ കോർ ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ബേസിക് ഇൻഫ്ലേഷൻ്റെ അകത്തുനിന്ന് ഫുഡും ഫ്യൂവലും നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള ഇൻഫ്ലേഷനാണ്. അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കോർ ഇൻഫ്ലേഷനെ കാട്ടി നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂറൽ സൈഡൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു എന്താ പറയുക ടോപ്പിക്ക് തന്നെ റൂറൽ ഇതിനെ പറ്റിയിട്ടാണ്, റൂറൽ തീമിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അവിടെ നമ്മൾ നോക്കുക ഫുഡ് ഇൻഫ്ലേഷൻ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലോവർ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ റൂറൽ എക്കണോമീനെയാണ് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ അവിടെ ഒരു ഹൈ ഇൻഫ്ലേഷൻ സിനാരിയോ ആണ് ആക്ച്വലി നമുക്ക് റൂറലിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ കോർ ടോപ്പിക്കിലോട്ട് വരാം. റൂറൽ തീം അല്ലെങ്കിൽ ഈ ഒരു റൂറൽ സ്പെൻഡിങ് കൂടുന്ന വഴിയിട്ട് ഏതൊക്കെ സെക്ടേഴ്സാണ് ഏറ്റവും കൂടുതൽ പോസിറ്റീവ്ലി ഇമ്പാക്റ്റഡ് ആവാൻ പോകുന്നത്, അവിടെ എങ്ങനെയാണ് ഗ്രോത്ത് വരുന്നതും, എങ്ങനെയാണ് ഏതൊക്കെ സ്റ്റോക്കുകളിലാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് പൊസിഷൻസ് എടുക്കാൻ പറ്റുന്നത്, ഇതാണ് നമ്മളിന്ന് ബേസിക്കലി കവർ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ റൂറൽ തീം എന്ന് പറയുന്ന ഒരു സംഭവത്തിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, ആ ഒരു പർട്ടിക്കുലർ സെക്ടറിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു സെക്ടറായിട്ട് പറയാൻ പറ്റത്തില്ല, ഇതൊരു തീമാണ്. ഇതിൻ്റെ അകത്ത് ഒരുപാട് സെക്ടേഴ്സ് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ആ രീതിയിൽ കണക്കാക്കണം. ഇത് ഒരു ചീപ്പ് വാല്യുവേഷനുള്ള ഒരു തീമാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് വരുന്ന സെക്ടേഴ്സൊക്കെ നോക്കാൻ നേരത്ത് ഇതെല്ലാം തന്നെ ചീപ്ലി വാല്യൂഡ് ആണ്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു പർട്ടിക്കുലർ തീമിൻ്റെ അകത്ത് അത്ര കണ്ട് പോസിറ്റീവ് അല്ലായിരുന്നു. കഴിഞ്ഞ 1, 2, 3 വർഷങ്ങളൊക്കെ ആയിട്ട് അത്ര കണ്ട് പോസിറ്റീവ് അല്ലായിരുന്നു. ഓക്കെ, അത് കൊറോണ തൊട്ടേ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സിനാരിയോ ആണ്. കാരണം കൊറോണ സമയത്തും ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നത് ഈ ഒരു റൂറൽ എക്കണോമി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയം തൊട്ടേ നമ്മൾ അത്ര കണ്ട് പോസിറ്റീവ് അല്ലായിരുന്നു ഈ ഒരു പർട്ടിക്കുലർ തീമിൻ്റെ അകത്ത്. നമ്മൾ ഇതിന് മുമ്പ് കുറച്ച് നാൾ മുമ്പ് ഒരു 2-3 മാസം മുമ്പ് ഉണ്ടാക്കിയ ഒരു വീഡിയോയിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കൊറോണ ക്രാഷിന് മുമ്പായിട്ട് മാർക്കറ്റ് അതിൻ്റെ നെക്സ്റ്റ് ലീഡേഴ്സായിട്ട് കണക്കാക്കി അന്ന് എന്താ പറയുക ഒരു ബുൾറണ് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ബ്രേക്കൗട്ടുകൾ ഒരുമിച്ച് പല സ്റ്റോക്കുകളിലും ബ്രേക്കൗട്ടുകൾ തന്ന ഒരു തീം എന്ന് പറയുന്നത് മൈക്രോ ഫിനാൻസ് തീമാണ്. അതിൻ്റെ അകത്ത് AU സ്മോൾ ഫിനാൻസ് ബാങ്ക്, ക്രെഡിറ്റ് ആക്സിസ് ഗ്രാമീൺ, ഇനി അതേ കണക്ക് തന്നെ നമ്മുടെ എന്താ പറയുക വേറെ ഒരു സ്റ്റോക്ക് കൂടെ ഉണ്ടായിരുന്നു, ഞാൻ പേര് പറഞ്ഞു, ആർമാൻ ഫിനാൻഷ്യൽ. ഇതുപോലുള്ള കുറച്ചധികം സ്റ്റോക്കുകൾ ഒരുമിച്ച് ബ്രേക്കൗട്ടുകൾ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കൊറോണ വരികയും ഈ സ്റ്റോക്കുകളൊക്കെ തന്നെ ബ്രേക്ക് ഡൗൺ ആവുകയും തിരിച്ച് കൊറോണ ക്രാഷിന് ശേഷം ആ ഒരു ലീഡർഷിപ്പ് മാറിയിട്ട് മറ്റ് പല സ്റ്റോക്കുകളുമാണ് പെർഫോം ചെയ്ത് മേലിലോട്ട് കയറിപ്പോയതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ അവിടെ ആ ഒരു സെക്ടറിൻ്റെ അകത്തുണ്ടായിരുന്ന ഒരു ബുള്ളിഷ് മൊമെൻറ്റം പൊട്ടിപ്പോയായിരുന്നു. കാരണം കൊറോണ സമയത്ത് ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആയത് റൂറൽ എക്കണോമി ആയതുകൊണ്ട്. ഇനി ഈ റൂറൽ എക്കണോമി ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവർ പതുക്കെ തന്നെ സ്ട്രെങ്തുകൾ കാണിച്ച് എമർജ് ചെയ്ത് വരുന്നുണ്ട്. ഇനി ഈ റൂറൽ എക്കണോമി സ്ട്രെങ്തുകൾ കാണിച്ച് എമർജ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇവിടെ ഏതൊക്കെ സെക്ടേഴ്സാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റഡ് ആവുന്നത് അതെന്ന് പറയുന്നത് FMCG, അതല്ലെങ്കിൽ നമ്മുടെ അഗ്രികൾച്ചറൽ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അഗ്രോ കെമിക്കൽസ്, മൈക്രോ ഫിനാൻസ്, സ്മോൾ ഫിനാൻസ്, അഫോർഡബിൾ ഹൗസിംഗ്, ഇതുപോലുള്ള സെക്ടേഴ്സാണ് ഇതിൻ്റെ അകത്ത് എമർജ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്തുകൊണ്ടാണ് ഈ പർട്ടിക്കുലർ സെക്ടേഴ്സ് തന്നെ എമർജ് ചെയ്ത് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, FMCGനെ സംബന്ധിച്ചിടത്തോളം അവരുടെ 35% മാർക്കറ്റ് എന്ന് പറയുന്നത് റൂറൽ എക്കണോമിയാണ്.
ടു വീലറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ 50% മാർക്കറ്റ് എന്ന് പറയുന്നത് റൂറൽ എക്കണോമിയാണ്. ഡൊമസ്റ്റിക് ഈ അഗ്രി ഫോർമുലേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ അഗ്രോ കെമിക്കൽസിനെ സംബന്ധിച്ചിടത്തോളം 100% മാർക്കറ്റ് എന്ന് പറയുന്നത് റൂറലാണ്. മൈക്രോ ഫിനാൻസ് ലെൻഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരു 70% എന്ന് പറയുന്നത് റൂറൽ എക്കണോമിയിലാണ് അവരുടെ ബിസിനസ് വരുന്നത്. സ്മോൾ ഫിനാൻസ് ലോണുകളെ സംബന്ധിച്ചിടത്തോളം അതല്ലെങ്കിൽ അഫോർഡബിൾ ഹൗസിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അവരുടെയും മേജർ ബിസിനസ് നടക്കുന്നത് ഈ ഒരു റൂറൽ എക്കണോമിക്കകത്ത് നിന്നുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു സെക്ടർ റിവൈവ് ചെയ്ത് വരാൻ നേരത്ത്, ആ ഒരു തീം റിവൈവ് ചെയ്ത് വരാൻ നേരത്ത് ഇത്ര കണ്ട് ബിസിനസ്സുകളെ ഇത് പോസിറ്റീവ്ലി ഇമ്പാക്റ്റ് ചെയ്യുന്നതായിരിക്കും. അതാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള നമ്മൾ ഓർക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് എന്തുകൊണ്ട് ഇന്നലെയോ മെനങ്ങാന്നോ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള സമയങ്ങളിലോ ആൾക്കാർ ഇതിനെപ്പറ്റി, ഇന്നലെ മെനങ്ങാന്നോ ഉദ്ദേശിച്ചത് ഈ ഒരു ഇലക്ഷൻ മുമ്പുള്ള സമയങ്ങളിൽ എന്തുകൊണ്ട് ഇതിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടില്ല, ഇപ്പോൾ എന്തുകൊണ്ടാണ് ആൾക്കാർ ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നത്? ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മോദി 3.0 എന്ന് പറയുന്നത് ഈ ഒരു സംഭവം, ഈ ഒരു സിനാരിയോ ഇപ്പം നിലനിൽക്കുന്ന ടൈമിൽ മോദിയുടെ ഇലക്ഷൻ പാറ്റേൺ നോക്കണം, അല്ലെങ്കിൽ മോദിക്ക് കിട്ടിയ ആ ഒരു വോട്ടിംഗ് പാറ്റേൺ നമ്മൾ നോക്കാൻ നേരത്ത് റൂറൽ സൈഡിൽ നിന്നാണ് മോദിക്ക് ഏറ്റവും കൂടുതൽ ഡിഫീറ്റ് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, റൂറൽ സൈഡിലുള്ള വോട്ടുകൾ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അർബൻ സൈഡിൽ നോക്കുകയാണെങ്കിൽ വോട്ടുകൾ അത്യാവശ്യം കൂടുതലും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സിനാരിയോ തന്നെ നമ്മുടെ ഈ റൂറൽ എക്കണോമിക്കകത്ത് കൂടുതൽ ബൂസ്റ്റ് കൊണ്ടുവരണമെന്ന് നമ്മുടെ ഗവൺമെൻറ്റിനെ ഫോഴ്സ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടി വരും. അപ്പം കയറിയ ഉടനെ തന്നെ ആദ്യമായിട്ട് വന്ന കുറച്ചധികം തീരുമാനങ്ങൾ, നമ്മുടെ ഇപ്പോഴത്തെ മിനിസ്ട്രിയുടെ സൈഡിൽ നിന്ന് ആദ്യമായിട്ട് വന്ന കുറച്ചധികം തീരുമാനങ്ങൾ നോക്കുമ്പോഴത്തേക്കും നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഫസ്റ്റ് വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ PM കിസാൻ നിധി പ്രോഗ്രാമിൻ്റെ 17th ഇൻസ്റ്റാൾമെൻറ്റ് ഇപ്പോൾ സാങ്ഷൻ ആയിട്ടുണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് ഏകദേശം 20,000 കോടി രൂപയുടെ 9.3 കോടി ഫാർമേഴ്സിന്, കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻകം ജനറേഷൻ പ്രോഗ്രാമാണ്. അപ്പോൾ അതിൻ്റെ 17th ഇൻസ്റ്റാൾമെൻറ്റ് ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇനി അതേ കണക്ക് തന്നെ ഇപ്പോൾ നമ്മുടെ മോദിയുടെ കാര്യങ്ങളുടെയൊക്കെ എന്താ പറയുക, പുതുതായിട്ടുള്ള ടോക്ക് അല്ലെങ്കിൽ ഇൻ്റർവ്യൂസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അവർ കൂടുതലും സോഷ്യൽ വെൽഫെയറിനെ പറ്റിയിട്ടും ഫാമേഴ്സിനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്, മറ്റു പല കാര്യങ്ങളും സംസാരിക്കുന്നതിന് പകരമായിട്ട്. ഓക്കെ, ഇനി അതേ കണക്ക് തന്നെ PM ആവാസ് യോജന എന്ന് പറയുന്ന ഒരു പഴയൊരു സ്കീം ഉണ്ടായിരുന്നു. ആ സ്കീമും തിരിച്ച് മാർക്കറ്റിൻ്റെ അകത്തോട്ട് ലൈവായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 3 കോടി അഡീഷണൽ അർബൻ റൂറൽ ഹൗസസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസ് കൂടെ പ്രൊവൈഡ് ചെയ്യും എന്നുള്ള രീതിയിൽ ഒരു കമൻട്രി കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ഈ ഒരു റൂറൽ തീമിനെ പോസിറ്റീവ് സൈഡിലോട്ട് നയിക്കുന്ന കാര്യങ്ങളായിട്ട് നമ്മൾ കണക്കാക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ടെയിൽ വിൻഡുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്റ്റോക്കുകളിലോട്ട് വരാം. സ്റ്റോക്കുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഞാനിവിടെ അഗ്രോ കെമിക്കൽസ് എന്ന് പറയുന്ന തീമിൻ്റെ അകത്ത് ഓൾറെഡി തന്നെ ഒരു സ്റ്റോക്ക് പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോക്ക് എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 185 ലെവൽസിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്റ്റോക്കിൻ്റെ പേരെന്ന് പറയുന്നത് ധർമ്മജാണ്. ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു 1 വർഷം അടുപ്പിച്ചായെന്ന് തോന്നുന്നു ഈ സ്റ്റോക്കിനെ പറ്റിയിട്ട് ഞാൻ സംസാരിച്ചിട്ട്. 2023 സംസാരിച്ചതാണ്. സ്റ്റോക്കിന് അവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന റിട്ടേൺസ് നോക്കിയിട്ട് നമുക്കിവിടെ റിസ്ക് റിവാർഡ് റേഷ്യോ ഇപ്പോഴും ഓക്കെ ആണോ എന്ന് നോക്കാം. 1 സെക്കൻഡ്. ധർമ്മജ് ക്രോപ്പ് ഗാർഡൻ എന്ന് പറയുന്ന സ്റ്റോക്കാണ് അന്ന് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്ന സ്റ്റോക്ക്. അന്ന് നമ്മൾ എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതൊരു ബേസിൻ്റെ ബ്രേക്കൗട്ട്, അത് സ്റ്റേജ് 2 അപ്ടണിലോട്ട് കയറിയെന്ന് തോന്നിയ സമയത്താണ് അതിൻ്റെ അകത്ത് എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 180 റേഞ്ച് 85 റേഞ്ചിൻ്റെ ബ്രേക്കൗട്ട് വരുമ്പോഴത്തേക്കും എൻട്രി എടുക്കുക എന്നുള്ള രീതിയിലായിരുന്നു ഞാനന്ന് ട്വിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ ട്വിറ്റ് ഇട്ട സമയത്ത് നിന്ന് സ്റ്റോക്ക് ഇപ്പോൾ ഓൾറെഡി ഒരു 70% റിട്ടേൺസ് തന്നതിന് ശേഷം സ്റ്റോക്ക് ഒരു നെക്സ്റ്റ് ഒരു ബേസ് ക്രിയേഷനിലാണ് നിന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഒരു ബേസ് ക്രിയേഷൻ ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്റ്റോക്ക് അതിൻ്റെ ബ്രേക്കൗട്ടിലോട്ട് വന്നിട്ടുണ്ട്. ആ സ്റ്റോക്ക് അതിൻ്റെ ലോവർ പോയിന്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മൾട്ടി ബാഗർ റിട്ടേൺസുകളൊന്നും തന്നെ തന്നിട്ടില്ല. സ്റ്റോക്ക് ഇനിയാണ് അതിൻ്റെ മൾട്ടി ബാഗർ റിട്ടേൺസുകൾ തരാൻ പോകുന്നത്. അതിൻ്റെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്കിൻ്റെ നമ്മൾ ഫണ്ടമെൻ്റൽസിലോട്ട് വരണം. ഓക്കെ, 1 സെക്കൻഡ്. ധർമ്മജ് ക്രോപ്പ് ഗാർഡ് ഈ സ്റ്റോക്കിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കാൻ നേരത്ത് 868 കോടിയുടെ മാത്രം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കമ്പനി. വാല്യൂഷൻ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും വളരെ ചീപ്പായിട്ടുള്ളൊരു കമ്പനിയാണ്. വേറെ 20ൻ്റെ താഴെ മാത്രം PEയും EV എവിടെ നോക്കുകയാണെങ്കിൽ 15ൻ്റെ താഴെ മാത്രമേ ഉള്ളൂ. വളരെ ചീപ്പായിട്ടുള്ളൊരു കമ്പനിയായിട്ട് നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റുന്ന ഒരു കമ്പനിയാണ്. അതിൻ്റെ കമ്പനിയുടെ ഫിക്സഡ് അസറ്റ്സിൽ വന്നേക്കുന്ന ജമ്പ് നിങ്ങൾ നോക്കുക. ഓക്കെ, 40 കോടിയുടെ ഫിക്സഡ് അസറ്റ്സ് ചെയ്യുന്നതുകൊണ്ട് 314 കോടിയിലോട്ട് ഫിക്സഡ് അസറ്റ്സിൻ്റെ അകത്ത് ഒരു ഹ്യൂജ് ആയിട്ടുള്ളൊരു ജമ്പ് നടന്നിട്ടുണ്ട്. ഈ ഹ്യൂജ് ആയിട്ടുള്ള ജമ്പ് നടക്കുന്നതിന് മുന്നായിട്ട് ഇത് CWIPയിൽ ഈ പർട്ടിക്കുലർ വർക്ക് നടന്നുകൊണ്ടിരുന്ന സമയത്താണ് നമ്മൾ ഈ സ്റ്റോക്കിനെ പറ്റിയിട്ട് അന്ന് ട്വിറ്ററിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഈ ഒരു പർട്ടിക്കുലർ പ്ലാന് ഉടനെ തന്നെ ആക്റ്റീവ് ആവുമെന്നും അന്ന് ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹ്യൂജ് ക്യാപെക്സ് പ്ലാൻ ഹാപ്പനിങ് ആൻഡ് ഇറ്റ് വിൽ ഗോ ലൈവ് ഓൺ Q3 FY24 ആകുമ്പോഴത്തേക്ക് ഇത് ലൈവ് ആവുമെന്നും ആ സമയത്ത് അതിനുശേഷം പതുക്കെ ഇവരുടെ ബിസിനസ് നടക്കുന്നതിനനുസരിച്ചിട്ട് കമ്പനി എത്രയാണ് 3x അസറ്റ് ടേൺസ് എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലെല്ലാം തന്നെ നമ്മൾ അന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ അല്ലെങ്കിൽ അന്ന് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതേ കണക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പർട്ടിക്കുലർ ക്യാപെക്സ് ലൈവ് ആയിട്ടുണ്ട്. ക്യാപെക്സ് ലൈവ് ആയതിനു ശേഷം ഇപ്പം നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ടെയിൽ വിൻഡ് കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ടെയിൽ വിൻഡും കിട്ടുന്നതിനനുസരിച്ചിട്ട് കമ്പനിയുടെ ബിസിനസ് ഗ്രോ ചെയ്യും. ഈ
പറഞ്ഞിട്ടുള്ള 3x അസറ്റ് ടേണിലോട്ടൊക്കെ കമ്പനി എത്താൻ നേരത്ത് വളരെ നല്ല ഒരു പ്രോഫിറ്റ് ഗ്രോത്ത് കമ്പനിക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, കമ്പനിയുടെ ഇപ്പോൾ ഉള്ള അസറ്റ് ടേൺ എത്രയാണെന്ന് നോക്കുകയാണെങ്കിൽ 1.3 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അസറ്റ് ടേൺസ് ഒരു ഡബിളിന് മേളിലോട്ട് ഗ്രോ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അസറ്റ് ടേൺസ് ഗ്രോ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഒബ്വിയസ്ലി പ്രോഫിറ്റ് ഗ്രോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി, അതിൻ്റെ അകത്തുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പോഴും നമുക്കുണ്ട് പൊസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. താഴത്തെ ലെവലിലെ പൊസിഷൻ എടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അന്ന് അവർക്ക് പൊസിഷൻ എടുത്ത് വെച്ചിരുന്നെങ്കിൽ റിസ്ക് റിവാർഡ് റേഷ്യോ കുറച്ചുകൂടെ ഫേവറബിൾ ആയിരുന്നു. പക്ഷേ കുറച്ച് നാൾ അധികം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരു വർഷം കഴിയുന്ന ഒരു സമയമാകുമ്പോഴത്തേക്ക് ഇപ്പോഴും ഓൾറെഡി ഒരു 70% റിട്ടേൺസിലാണ് അവർ ഇരിക്കുന്നതെങ്കിൽ പോലും അവർക്ക് ഒരു കുറച്ച് നാൾ തന്നെ ഒരു മൾട്ടി ബാഗ് റിട്ടേൺസ് എന്നുള്ള ലെവലിലോട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് നാൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. സ്റ്റോക്ക് ഓൾറെഡി ഹോൾഡിങ്ങിലാണെങ്കിൽ ഹോൾഡിംഗ് കണ്ടിന്യൂ ചെയ്യുക. ഫ്രഷ് അഡീഷൻസ് എടുക്കണമെങ്കിൽ സ്റ്റാഗേർഡ് ആയിട്ടുള്ള അഡീഷൻസ് നമുക്ക് ബിൽഡ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഒരു 30% ഒക്കെ ഇപ്പം പൊസിഷൻസ് ബിൽഡ് ചെയ്യുക. ഇതൊരു ചെറിയ രീതിയിൽ റിട്രേസ് ഒക്കെ ചെയ്ത് 240 വരികയാണെങ്കിൽ ബാക്കി ഒരു 20% കൂടെ ബിൽഡ് ചെയ്യുക. മേലിലോട്ട് പോയിട്ട് ഒരു 280-290 റേഞ്ചിൻ്റെ മേലിലോട്ട് കൃത്യമായിട്ടുള്ള ക്ലോസിംഗ് കിട്ടാൻ നേരത്ത് മാത്രം നമ്മൾ ബാക്കി ഫുൾ പൊസിഷൻസ് ബിൽഡ് ചെയ്താൽ മതിയാവും. അതല്ലെങ്കിൽ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് ഇവിടെ ഏതെങ്കിലും ഒരു സൈഡ് വേസിൻ്റെ ഒരു പാറ്റേൺ കൂടെ ബിൽഡ് ചെയ്ത് വരികയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു പാറ്റേൺ കൂടെ ബിൽഡ് ചെയ്ത് വന്ന് അതിൻ്റെ ബ്രേക്ക് ഔട്ടിലോട്ടാണ് സ്റ്റോക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നതെങ്കിൽ അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഡിസിഷൻസ് എടുക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ സ്റ്റോക്കിൽ നമുക്ക് വാച്ച് ലിസ്റ്റിൽ വെച്ചേക്കുക. ബാക്കി സ്റ്റോക്ക് എങ്ങനെ മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ട് നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി. ഞാൻ അതിനനുസരിച്ചിട്ട് സ്റ്റോക്കിൽ നമ്മുടെ കമൻട്രീസ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 1 സെക്കൻഡ്, ഇതിൻ്റെ അകത്ത് ഒരു കാര്യം കൂടെ കാണിക്കാൻ പറഞ്ഞു. നമ്മൾ പല സ്റ്റോക്കുകളും സംസാരിക്കാൻ നേരത്ത് നമ്മൾ അതിൻ്റെ അകത്ത് തന്നെ എപ്പോഴും പറയുന്നതാണ് നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് നോക്കണം, അതല്ലെങ്കിൽ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് നോക്കണം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിത് നോക്കുക, ഇതൊക്കെ എങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം ബാക്കിയുള്ള സ്റ്റോക്കുകൾ നമ്മൾ നെഗറ്റീവായിട്ട് സംസാരിക്കാൻ നേരത്ത് നമ്മൾ ഈ പോയിന്റുകളൊക്കെയാണ് കാണിക്കുന്നത്. അതിന് നമ്മൾ പോസിറ്റീവായിട്ടുള്ള സംസാരിക്കുന്ന സ്റ്റോക്കുകളിൽ എങ്ങനെയാണ് ഈ പോയിന്റുകൾ വർക്ക് ചെയ്യുന്നതെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് നോക്കുക. ഇതൊരു ഡിക്രീസിങ് ട്രജക്ടറിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് ഒരു അക്യുമുലേഷൻ ഫേസിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. സ്റ്റോക്ക് ആരൊക്കെയോ മേടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സംഭവം നമ്മൾ പല സ്റ്റോക്കുകളും സംസാരിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ എഗെയിൻ ഈ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് എന്താണെന്നും എന്തുകൊണ്ടാണ് അത് ഡിക്രീസ് ആവുന്നത്, ഒരു അക്യുമുലേഷൻ പാറ്റേൺ ആണെന്നും ഒക്കെ ഇനിയും ഡിസ്കസ് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്നില്ല. അത് പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടു നോക്കുമ്പോഴത്തേക്കും അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എനിവേ നോക്കുക, FIIs പൊസിഷൻസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതേ കണക്ക് DISൻ്റെ പൊസിഷൻസ് ഇപ്പം പതുക്കെ ബിൽഡ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. അതേ കണക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഒരു HNI ക്ലൈൻറ്റോ എന്തോ ആണെന്ന് തോന്നുന്നു, അയാളും കൂടെ പൊസിഷൻസ് പതുക്കെ ബിൽഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ലാസ്റ്റ് ക്വാർട്ടറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ. അപ്പോൾ സ്റ്റോക്കിൻ്റെ അകത്ത് നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് കുറയുന്നുണ്ട്, ആരൊക്കെയോ പൊസിഷൻസ് ബിൽഡ് ചെയ്യുന്നുണ്ട്, ഇൻഫോംഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് പൊസിഷൻസ് ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ സ്റ്റോക്കിനെ നമുക്ക് പോസിറ്റീവായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആ ക്യാപെക്സിൽ വന്നേക്കുന്ന ജമ്പാണ്. ആ ക്യാപെക്സ് ഫിക്സഡ് അസറ്റ്സിൽ വന്നേക്കുന്ന ജമ്പ് കാരണമാണ് ഇതെന്ന് എൻ്റെ സ്ക്രീനറിലോട്ട് വന്നത് തന്നെ. ഈ ഒരു സ്റ്റോക്കിൻ്റെ സ്ക്രീനിലോട്ട് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫിക്സഡ് അസറ്റ്സിൽ വരാൻ ഇരുന്ന ആ ജമ്പായിരുന്നു. ഓക്കെ, ഇനി ഇതിപ്പോൾ പുതിയ നമ്മുടെ SOIC പോലെയുള്ള ചാനലുകളൊക്കെ ഈ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിനെ പറ്റിയിട്ട് ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക, ഹൗസിംഗ് ഫിനാൻസ് എന്ന് പറയുന്ന സെക്ടറാണ്. ഈ ഹൗസിംഗ് ഫിനാൻസ് സെക്ടർ നേരത്തെ പറഞ്ഞിട്ടുള്ള PM ആവാസ് യോജന എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ സംഭവം കാരണം, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ യോജന കാരണം ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത് ഹൗസിംഗ് ഫിനാൻസ് സെക്ടറിന് കൂടിയിട്ടാണ്. അപ്പോൾ ഈ ഹൗസിംഗ് ഫിനാൻസ് സെക്ടറിൻ്റെ അകത്ത് നമ്മൾ 2 സ്റ്റോക്കുകളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് iFinSec എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് ഞാൻ പറഞ്ഞ ലെവലിൽ നിന്നും മൾട്ടിബാഗർ റിട്ടേൺസ് അടുപ്പിച്ചുള്ള റിട്ടേൺസ് കിട്ടിയെന്ന് തോന്നുന്നു. 1 സെക്കൻഡ്, iFinSec ഇത് വളരെ നാനോ ക്യാപ്പ് ആയിരുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കാണ്. ഇതിൻ്റെ സ്റ്റോക്ക് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ ലെവൽസിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 400% അടുപ്പിച്ചോട്ടുള്ള റിട്ടേൺസിൽ എടുത്തതിന് ശേഷം ഇവിടെ അടുത്തൊരു ബേസ് ക്രിയേഷന് വേണ്ടിയിട്ട് സ്റ്റോക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സ്റ്റോക്കിൻ്റെ അകത്ത് ഇനി നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ ഫേവറബിൾ അല്ല. ഓക്കെ, ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും ലോവർ ലെവലിൽ നമ്മൾ സ്റ്റോക്കുകൾ പറയാൻ നേരത്ത് അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിരിക്കത്തില്ല. സ്റ്റോക്കുകൾ വലിയ റിട്ടേൺസുകൾ തന്നതിന് ശേഷം മാത്രമേ അവർ അതിൻ്റെ അകത്ത് ഇൻട്രസ്റ്റഡ് ആയിരിക്കത്തുള്ളൂ. പക്ഷേ നമ്മൾ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ താഴത്തെ ലെവലിൽ സ്റ്റോക്ക് പറയുമ്പോഴത്തേക്കും അവിടെയാണ് പൊസിഷൻസ് ബിൽഡ് ചെയ്യേണ്ടത്. ആൻഡ് ഈ സ്റ്റോക്കിൻ്റെ അകത്ത് നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ ഫേവറബിൾ അല്ലാത്തൊരു ലെവലിലോട്ട് ഇത് വളർന്നു കഴിഞ്ഞു. ഓക്കെ, ഈ സ്റ്റോക്കിൻ്റെ അകത്ത് അന്ന് പൊസിഷൻസ് എടുക്കേണ്ട റീസൺസ് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്റ്റോക്കിൻ്റെ ഒരു സബ്സിഡറി കമ്പനിയുണ്ട്. ആ സബ്സിഡറി കമ്പനിയാണ് ഏറ്റവും എന്താ പറയുക ഇവരുടെ ഈ ഒരു ഹൗസിംഗ് ഫിനാൻസ് എന്ന് പറയുന്ന ബിസിനസ്സിൻ്റെ അകത്ത് നിൽക്കുന്നത്. ഇതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്ലേ ആയിരുന്നു. അന്ന് ഈ സ്റ്റോക്ക് ഞാൻ സ്റ്റഡി ചെയ്ത സമയത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്ലേ ആയിരുന്നു. ഇതാണ് ട്വിറ്ററിൽ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. വളരെ ഹ്യൂജ് ആയിട്ടുള്ള ക്യാപെക്സിൻ്റെ അകത്തുള്ള ജമ്പ് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഈ ബിസിനസ്, ഇവരുടെ ഹൗസിംഗ് ഫിനാൻസ് ബിസിനസ് എന്ന് പറയുന്നത് ഇവരുടെ ലിസ്റ്റഡ് കമ്പനിയിലല്ല, സബ്സിഡറി കമ്പനിയിലാണുള്ളത്. ലിസ്റ്റഡ് കമ്പനിക്കകത്താണെങ്കിൽ വലിയ രീതിയിൽ പ്രോഫിറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്തത് നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ആൻഡ് ഇവരുടെ പ്രൊമോട്ടർ എന്ന് പറയുന്നത് ലിസ്റ്റഡ് കമ്പനിക്കകത്തും അതേ കണക്ക് തന്നെ ഇവരുടെ
ആ ഒരു സബ്സിഡറി കമ്പനിക്കകത്തും പൊസിഷൻസ് റൈസ് ചെയ്യുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് കൂട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ നോക്കിയിട്ടാണ് അന്ന് നമ്മൾ ഈ കമ്പനീനെ പറ്റിയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അവിടെ നിന്ന് കമ്പനി എത്രമാത്രം റിട്ടേൺസ് തന്നിട്ടുണ്ടെന്ന് നോക്കുക. കമ്പനി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ജൂൺ 2023 നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു വർഷത്തിൻ്റെ അകത്ത് തന്നെ ഫോറക്സിൻ്റെ മേളിൽ സ്റ്റോക്ക്, അതുകൊണ്ടാണ് റിട്ടേൺസ് തന്നത്. നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണും. പ്രൊമോട്ടേഴ്സ് സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കണമെന്നില്ല. പക്ഷേ പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു 99.9% സമയങ്ങളിൽ അത് പോസിറ്റീവായിട്ടുള്ള കാര്യമായിരിക്കാനാണ് ചാൻസ് കൂടുതൽ. പക്ഷേ ടൈം എടുക്കും. കാരണം പ്രൊമോട്ടറിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഈ ബിസിനസ്സാണ് അയാളുടെ ലൈഫ്. ചിലപ്പോൾ ആ സ്റ്റോക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് 2-3 വർഷം എടുത്തെന്നിരിക്കാം. പക്ഷേ പ്രൊമോട്ടർ ആ ബിസിനസ്സിൽ അത്ര കണ്ട് പോസിറ്റീവ് ആയതുകൊണ്ടായിരിക്കും അയാൾ അതിൻ്റെ അകത്ത് പൊസിഷൻസ് പതുക്കെ ബിൽഡ് ചെയ്യുന്നത്. ആ ഒരു തിയറിയുടെ ക്ലിയർ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ഹൗസിംഗ് ഫിനാൻസ് എന്ന സെക്ടറിൻ്റെ അകത്ത് ബൈ ചെയ്യാൻ പറ്റിയ സ്റ്റോക്ക് ഏതാണെന്നുള്ളത്, ഇതിപ്പോൾ പറ്റാത്തൊരു സ്റ്റോക്ക്, ഇതിൻ്റെ നമ്മുടെ റിസ്ക് റേഷ്യോ വിട്ടുപോയി. പറ്റിയ സ്റ്റോക്ക് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് SRG ഹൗസിംഗ് ഫിനാൻസ് ആണ്. ഇത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 230 ആയിരുന്നപ്പോഴത്തേക്കും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റോക്കാണ്. അവിടെ നിന്ന് ഓൾമോസ്റ്റ് സ്റ്റോക്കിന് ചെറിയൊരു റിട്ടേൺസ്, ഒരു 50% എബോവ് ആയിട്ടുള്ള റിട്ടേൺസ് വന്നു കഴിഞ്ഞു. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഇതിൻ്റെ അകത്ത് പൊസിഷൻസ് ബിൽഡ് ചെയ്യാം. ഓക്കെ, 50 അല്ല 100% അടുപ്പിച്ച് റിട്ടേൺസ് സ്റ്റോക്ക് എത്താറായെന്ന് തോന്നുന്നു. ഓക്കെ, 425 കോടിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിലോട്ട് സ്റ്റോക്ക് എത്തിക്കഴിഞ്ഞു. നമ്മൾ സംസാരിച്ച സമയത്ത് 260 കോടിയുടെ മാത്രം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കമ്പനിയാണ്. എൻ്റെ കമ്പനി ഇപ്പോൾ വളരെയധികം പോസിറ്റീവായിട്ട് ഈ പറഞ്ഞേക്കുന്ന പോസിറ്റീവ് ടെയിൽവിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ സ്റ്റോക്ക് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അത്യാവശ്യം നല്ല മൊമെൻറ്റം കാണിച്ച് മേളിലോട്ട് കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്റ്റോക്കിൻ്റെ അകത്ത് നമുക്ക് സ്റ്റാഗേർഡ് ആയിട്ട് അഡിഷൻസ് നടത്താവുന്നതാണ്. സ്റ്റാഗേർഡ് ആയിട്ടുള്ള അഡിഷൻസ് മാത്രമേ നടത്താവൂ. ബൾക്ക് എൻട്രി നടത്താൻ പാടില്ല. കാരണം നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ ഇപ്പോഴും ഫേവറബിൾ അല്ല. നമ്മൾ താഴത്തെ ലെവലിൽ സംസാരിച്ച സമയത്താണെങ്കിൽ ഇതിൻ്റെ റിസ്ക് റിവാർഡ് റേഷ്യോ ഫേവറബിൾ ആയിരുന്നു. ഇപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ അകത്ത് പൊസിഷൻസ് ബിൽഡ് ചെയ്യണമെങ്കിൽ ഡിപ്സ് വരുന്ന സമയത്ത് 10% 20% വെച്ചിട്ട് പതുക്കെ പൊസിഷൻസ് ബിൽഡ് ചെയ്ത് പോകുന്നതാണ് ഏറ്റവും നല്ല സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ലോങ് ടൈം പിക്കുകൾ, മൾട്ടിബാഗ് റിട്ടേൺസിൻ്റെ പോസിബിലിറ്റി ഉള്ള പിക്കുകളാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. ഇനി ഇതല്ലാതെ നമുക്ക് ഇതിൻ്റെ അകത്ത് കോമ്പൗണ്ട് റിട്ടേൺസോ അല്ലെങ്കിൽ ട്രേഡിന് പറ്റിയിട്ടുള്ള ടൈപ്പ് സ്റ്റോക്കുകൾ, ട്രേഡ് എന്ന് പറയുമ്പോഴത്തേക്കും 6 മാസം അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലൊക്കെ ഉള്ള 1 മാസം മുതൽ 6 മാസം വരെയൊക്കെയുള്ള ടൈം ഫ്രെയിമിൻ്റെ അകത്തുള്ള കുറച്ച് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് കൂടെ നമുക്ക് ഈ സെക്ടറിൻ്റെ അകത്ത് എമർജ് ചെയ്ത് വരുന്നുണ്ട്. അതൊക്കെയെന്ന് വെച്ചാൽ ഒരു സെക്ടർ നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സെക്ടർ പോസിറ്റീവ് ആകുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെക്ടറിൻ്റെ അകത്തുള്ള പല സ്റ്റോക്കുകളും ഒരുമിച്ച് ബ്രേക്കൗട്ട് തരുന്ന കണ്ടിട്ടുണ്ട്. ഓക്കെ, ലാസ്റ്റ് ആയിട്ടുള്ള നമ്മൾ ഒരു ഷുഗർ സെക്ടറൊക്കെ പോസിറ്റീവായിട്ട് അതിൻ്റെ അകത്തൊക്കെ ബുൾറൺ നടന്നുകൊണ്ടിരുന്ന ഒരു സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ദിവസം തന്നെ പല ഷുഗർ സെക്ടറിലുള്ള സ്റ്റോക്കുകൾ ഒരുമിച്ച് ബ്രേക്കൗട്ടുകൾ തന്നിട്ടുണ്ട്. ഞാൻ അന്ന് ട്രേഡിംഗ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ അകത്ത് എല്ലാത്തിലും കൂടെ ഒരുമിച്ച് പൊസിഷൻസ് ബിൽഡ് ചെയ്യുക. ഇതിൻ്റെ അകത്ത് ഏകദേശം ഒരു 75% സ്റ്റോക്കുകൾ മേളിലോട്ട് തന്നെ പോകും. സ്റ്റോപ്പ് ലോസ് ഒന്നും അടിക്കാതെ മേളിലോട്ട് തന്നെ പോകുന്നൊരു സിനാരിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ കണക്കിന് ഇപ്പോൾ നമ്മൾ ഹൗസിംഗ് ഫിനാൻസ് അല്ലെങ്കിൽ മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്ന ഒരു തീമിൻ്റെ അകത്തോടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുമിച്ച് പല സ്റ്റോക്കുകളും ബ്രേക്കൗട്ടുകൾ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ബ്രേക്കൗട്ട് തന്നിട്ട് ഇപ്പോൾ 2-3 ദിവസം ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പലതിലും റിസ്ക് റിവാർഡ് റേഷ്യോ ഫേവറബിൾ അല്ല. ഡിപ്പിൽ വന്നിട്ട് റിസ്ക് റിവാർഡ് റേഷ്യോ ഫേവറബിൾ ആവുന്ന ലെവൽസിൽ കിട്ടുകയാണെങ്കിൽ മാത്രം പൊസിഷൻസ് ബിൽഡ് ചെയ്താൽ മതിയാവും. അതല്ലെങ്കിൽ ഒരു 6 മാസം 1 വർഷം ടൈം ഫ്രെയിമിലെത്തൊക്കെ വേണ്ടിയിട്ട് പതുക്കെ സ്റ്റാഗേർഡ് ആയിട്ടുള്ള അഡീഷൻസ് എടുത്തു പോകുന്നതായിരിക്കും നല്ലത് കേട്ടോ. അത് ഏതൊക്കെ സ്റ്റോക്കുകളാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 5 സ്റ്റാർ ആണ്. ഓക്കെ, 5 സ്റ്റാർ ബിസിനസ്. 1 സെക്കൻഡ്. 5 സ്റ്റാർ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്കിൻ്റെ മേജർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 860 ആണ്, 860. അതിൻ്റെ മേളിലോട്ട് സ്റ്റോക്ക് വരാൻ നേരത്ത് ബൾക്ക് എൻട്രി സ്റ്റോക്കിൽ പറ്റുന്നതാണ് കേട്ടോ. ബൾക്ക് എൻട്രി സ്റ്റോക്കിൽ പറ്റുന്നതാണ്. ഇനി അതല്ല കുറച്ചുകൂടെ റിസ്ക് റിവാർഡ് റേഷ്യോ ഫേവറബിൾ ആയിട്ടുള്ള പൊസിഷൻസ് ആണ് ബിൽഡ് ചെയ്യാൻ താല്പര്യമെങ്കിൽ സ്റ്റോക്ക് ഇപ്പോൾ ഓൾറെഡി ഇതിൻ്റെ ഒരു ബ്രേക്കൗട്ട് ആയെന്ന് നമുക്ക് പറയാം. ഓൾ ടൈം ഹൈ 1 സെക്കൻഡ്. ഓൾ ടൈം ഹൈ സ്റ്റോക്കിൻ്റെ ഇവിടെയാണ് 860-75 റേഞ്ചൊക്കെ ആണെങ്കിൽ പോലും സ്റ്റോക്ക് ഇപ്പോൾ ഈ ഒരു പാറ്റേണിൻ്റെ ബ്രേക്കൗട്ട് ആയെന്ന് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാവുന്നതാണ്. ഈ താഴെ വന്നിട്ടുള്ള ഓൾ ഇൻ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒരു 40-50% പൊസിഷൻസ് വേണമെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ ബിൽഡ് ചെയ്യാം. ബാക്കി നമുക്ക് 860 മേലിലോട്ട് വരുമ്പോഴത്തേക്കും ബാക്കി പൊസിഷൻസ് ബിൽഡ് ചെയ്താൽ മതി. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. രണ്ടെന്ന് പറയുന്നത് ആധാർ ഹൗസിംഗ് ആണ്. 1 സെക്കൻഡ്. ആധാർ ഹൗസിംഗ് ഫിനാൻസ്. ഈ സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ കൈവിട്ട് പോയിട്ടുണ്ട്. കാരണം സ്റ്റോക്കിൻ്റെ ഒരു IPO ഹൈയുടെ ബ്രേക്കൗട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു റേഞ്ചിലായിരുന്നു. ഓക്കെ, 360 റേഞ്ചിലായിരുന്നു. ഇവിടെ നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ വിട്ടുപോയി. ഈ സ്റ്റോക്ക് നമുക്ക് ഡിപ്പിൽ കിട്ടുകയാണെങ്കിൽ സ്റ്റാഗേർഡ് ആയിട്ടുള്ള അഡീഷൻസ് നടത്തുക. അതല്ലെങ്കിൽ ഈ സ്റ്റോക്കിൻ്റെ അകത്ത് ഡിപ്പിൽ കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ബൾക്ക് എൻട്രി നടത്തുക. ഡിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 370 റേഞ്ചിലോട്ടൊക്കെ കിട്ടുകയാണെങ്കിൽ ബൾക്ക് എൻട്രി നടത്താം. അതല്ലെങ്കിൽ സ്റ്റാഗേർഡ് ആയിട്ടുള്ള അഡീഷൻസ് കുറച്ചുകൂടെ ഒരു 6 മാസം മുതൽ 1 വർഷം വരെയുള്ള കാലഘട്ടത്തിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാഗേർഡ് ആയിട്ട് അഡീഷൻസ് പതുക്കെ നടത്തി പോകുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇന്ത്യ ഷെൽട്ടർ ആണ്. ഓക്കെ, ഈ സ്റ്റോക്കുകളൊക്കെ നോക്കുക, ഇതൊക്കെ ബ്രേക്കൗട്ട് തന്നേക്കുന്നത് ഏകദേശം ഒരേ ടൈം ഫ്രെയിമിലാണ്. ഓക്കെ, ഏകദേശം ഒരേ സമയത്താണ്.
ഇതേ കണക്കുള്ള ന്യൂസ് ഫ്ലോയും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഒരുമിച്ച് ബ്രേക്കൗട്ട് വരുന്നതാണ്. ഇതൊക്കെ തന്നെ പോസിറ്റീവിലോട്ട് പോകാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ വളരെയധികം കൂടുതലാണ്. ഇതേ സെയിം സിനാരിയോ തന്നെയാണ് നമ്മൾ നമ്മുടെ ഇലക്ഷൻ റിസൾട്ടിന് ശേഷം FMCG സ്റ്റോക്കുകളിലും കണ്ടിട്ടുണ്ടായിരുന്നു. FMCG സ്റ്റോക്കുകളും എല്ലാം തന്നെ ഒരുമിച്ച് ബ്രേക്കൗട്ടുകൾ തരുന്നു, ഒരുമിച്ച് ഓൾ ടൈം ഹൈസ് ടച്ച് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി ഇന്ത്യ ഷെൽട്ടർ ഫിൻകോർപ്പിലോട്ട് നമ്മൾ വരികയാണെങ്കിൽ ഈ സ്റ്റോക്കും ബ്രേക്കൗട്ടിന് വേണ്ടിയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബ്രേക്കൗട്ട് ലെവലിൻ്റെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. 680 റേഞ്ചിൻ്റെ ഒക്കെ മേലിലോട്ട് ക്ലോസിംഗ് കിട്ടുമ്പോഴത്തേക്കും നമുക്ക് പൊസിഷൻസ് എടുക്കാവുന്നതാണ്, കംപ്ലീറ്റ് പൊസിഷൻസ് എടുക്കാവുന്നതാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ റിസ്ക് റിവാർഡ് റേഷ്യോ ഫേവറബിൾ ആയിട്ട് നമുക്ക് പോകണമെങ്കിൽ സ്റ്റോക്കിൻ്റെ അകത്ത് ഒരു ചെറിയൊരു ഡിപ്പ് കിട്ടണം. ഓക്കെ, ഡിപ്പ് കിട്ടിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഒരു 30%, 40% അലോക്കേഷൻ എടുത്തതിന് ശേഷം, അതായത് ഒരു 620, 640 റേഞ്ചിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഒരു 30-40% പൊസിഷൻസ് ബിൽഡ് ചെയ്തതിന് ശേഷം സ്റ്റോക്ക് 680 വരാൻ നേരത്ത് നമ്മൾ ഫുൾ പൊസിഷനിൽ പോയാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്ത് റിസ്ക് റിവാർഡ് റേഷ്യോ ഫേവറബിൾ ആകത്തുള്ളൂ. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് ഇവിടെ നിന്നൊരു 1 വേ അപ്പ് റാലിയാണ് ഈ ഒരു 560 ലെവൽ തൊട്ട് 660, 680 ലെവൽ വരെ ഇപ്പം കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്ര കണ്ട് വലിയൊരു റണ്ണപ്പ് ഇത്ര ചെറിയ ടൈം ഫ്രെയിമിൻ്റെ അകത്ത് സ്റ്റോക്ക് തന്നതുകൊണ്ട് തന്നെ സ്റ്റോക്കിൻ്റെ അകത്ത് നമ്മൾ ഇനി പോയിട്ട് ബൾക്ക് എൻട്രി നാളെയോ മറ്റന്നാളോ എടുക്കുകയാണെങ്കിൽ ഒരു ഡിപ്പിനുള്ള പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ വളരെയധികം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 620, 640 ഇടയിൽ സ്റ്റോക്ക് വരാൻ നേരത്ത് ഒരു 30-40% ക്യാപിറ്റൽ ഇൻഫ്യൂസ് ചെയ്യുക. അതിനുശേഷം പിന്നീട് സ്റ്റോക്ക് 680, 700 റേഞ്ചിലൊക്കെ വരാൻ നേരത്ത് നമ്മൾ ഫുൾ പൊസിഷൻസ് ബിൽഡ് ചെയ്താൽ മതിയാവും. ഓക്കെ, ഇതാണ് നമ്മുടെ മൂന്നാമത്തെ സ്റ്റോക്കായിട്ട് ഈ ഒരു പർട്ടിക്കുലർ സെക്ടറിൻ്റെ അകത്ത് നമുക്ക് പറയാനുണ്ടായിരുന്നത്. അതിൻ്റെ ഇനി നെക്സ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്മുടെ 2 വീലർ ഓട്ടോ ആൻസിലറിക്കകത്ത് വരുന്നൊരു സ്റ്റോക്കാണ്. സ്റ്റോക്കിൻ്റെ പേരെന്ന് പറയുന്നത് ASK ഓട്ടോമോട്ടീവ് എന്ന് പറഞ്ഞ സ്റ്റോക്കാണ്. ഓക്കെ, ASK ഓട്ടോമോട്ടീവ് ഇന്ന് ബ്രേക്കൗട്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. സ്റ്റോക്കിൻ്റെ ബ്രേക്കൗട്ട് റേഞ്ച് എന്ന് പറയുന്നത് 330 ലെവൽസ് ആണ്. അതിൻ്റെ 330 ലെവൽസിൽ നിന്ന് സ്റ്റോക്ക് ഇപ്പോൾ എത്ര പെർസെൻറ്റേജ് അപ്പ് ആയിട്ടുണ്ട്? ഒരു 4% അകത്ത് മാത്രമേ അപ്പായിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു 342 റേഞ്ച്, 345, 300 ആ റേഞ്ചിനകത്ത് സ്റ്റോക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ സ്റ്റോക്കിൻ്റെ അകത്ത് ഇപ്പോഴും റിസ്ക് റിവാർഡ് റേഷ്യോ ഫേവറബിൾ ആണ്, ബൾക്ക് എൻട്രി എടുക്കാൻ പറ്റുന്നതാണ്. നമുക്കൊരു 315 റേഞ്ചൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് സ്റ്റോപ്പ് ലോസ് ആക്കി വെച്ചുകൊണ്ട് നമുക്ക് പൊസിഷൻസ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അത് ASK ഓട്ടോമോട്ടീവ് എന്ന് പറഞ്ഞ സ്റ്റോക്കിൻ്റെ കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. പല ആൾക്കാരും നമ്മുടെ ഈ പറയുന്ന സ്റ്റോക്കുകളുടെ പേരൊക്കെ ഒന്ന് എഴുതി കാണിക്കണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും വീഡിയോ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ എഡിറ്റ് ചെയ്യാറില്ല. ഞാനിതെല്ലാം തന്നെ 1 ടേക്കിൽ പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. ഒറ്റ ടേക്കിൽ പറഞ്ഞു പോകുന്ന എന്തെങ്കിലും തെറ്റ് വരികയാണെങ്കിൽ ചിലപ്പോൾ വീഡിയോ ഒന്നേന്ന് സംസാരിക്കും, അതല്ലെങ്കിൽ യൂട്യൂബിൻ്റെ അകത്തുള്ള തന്നെ ഏതെങ്കിലും പോർഷൻസ് ചുമ്മാ കട്ട് ചെയ്ത് കളയുന്നൊരു ടൂള് മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. അതല്ലാതെ ഇതെല്ലാം തന്നെ 1 ഗോയിൽ പറഞ്ഞു പോകുന്നതായതുകൊണ്ട് ഇതിനെ എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞ പരിപാടിക്ക് മെനക്കെടാത്തതുകൊണ്ടാണ് പല സ്റ്റോക്കുകളുടെയും പേരുകളൊന്നും തന്നെ എഴുതി കാണിക്കാൻ പറ്റാത്തത് കേട്ടോ. നിങ്ങളിതൊക്കെ തന്നെ പേര് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇനി ASK ഓട്ടോമോട്ടീവ് എന്ന സ്റ്റോക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ടെക്നിക്കലി അട്രാക്റ്റീവ് ആണ്. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൻ്റെ അകത്തും ഒരു അത്യാവശ്യം നല്ലൊരു ക്യാപെക്സ് നടന്നിട്ടുണ്ട്. ഓക്കെ, ASK ഓട്ടോമോട്ടീവ് 1 സെക്കൻഡ്. ASK ഓട്ടോമോട്ടീവിൻ്റെ അകത്ത് വരാൻ നേരത്ത് ബാലൻസ് ഷീറ്റ് നോക്കുക. ബാലൻസ് ഷീറ്റിൻ്റെ അകത്ത് നമുക്കൊരു ക്യാപെക്സിൻ്റെ അകത്ത് ഒരു നല്ലൊരു ജമ്പ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. സെക്ടർ പോസിറ്റീവാണ്. അപ്പോൾ ക്യാപെക്സ് നടത്തി റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അതേ കണക്കിന് നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് നോക്കുക. നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അകത്ത് നമുക്കൊരു ഡ്രോപ്പ് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അകത്ത് ഡ്രോപ്പ്, അതേ കണക്ക് DIയുടെ സൈഡിൽ നിന്ന് പൊസിഷൻസ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ പോസിറ്റീവായിട്ട് ഈ ഒരു കമ്പനീനെ അഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റോക്കാണ് നമുക്ക് 2 വീലർ ഓട്ടോ ആൻസിലറി സെഗ്മെൻറ്റ് അകത്തുനിന്ന് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് മെയിനായിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതേ കണക്ക് തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടും മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡൗട്ടുകളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ കമൻറ്റിൽ മെൻഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ മറുപടി ഇപ്പോൾ ഞാൻ അറിയാമല്ലോ കുറച്ച് തിരക്കാണ്. ഞാനിത് എന്തുകൊണ്ടാണ് തിരക്കുന്നത് കുറച്ച് മുമ്പ് വീഡിയോയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണമുള്ള കുറച്ച് ഡിലേ വരുന്നുണ്ട് പല കമൻറ്റുകൾക്കും റിപ്ലൈ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. എന്നിരുന്നാലും എല്ലാ കമൻറ്റുകൾക്കുള്ള റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. മാക്സിമം ഒരു 2-3 വീക്സിൻ്റെ അകത്ത് തന്നെ ഈ ഒരു തിരക്ക് കാര്യങ്ങളൊക്കെ മാറുന്നതായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ എനിവേ നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം തന്നെ കമൻറ്റ് ഇടാൻ വേണ്ടി ശ്രമിക്കുക. അതേ കണക്ക് തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുക. ബാക്കി നിങ്ങളുടെ വീഡിയോ ആയിട്ടുള്ള സജഷൻസും കാര്യങ്ങളും കൂടെ കമൻറ്റിൽ മെൻഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്, ഹാപ്പി ട്രേഡിംഗ്. ഹാവ് എ ഗുഡ് നൈറ്റ്. താങ്ക് യു.